ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാസ്ത ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാവുമ്പോൾ പാസ്ത വേവാൻ ഒരു വിസിൽ മതി. നമുക്കൊരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാസ്ത ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കണം. ഇനി ഞാൻ ബോൺലെസ് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. ഇനി വേറൊരു പാനിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ഞാൻ മഞ്ഞ കളർ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളത്, പച്ച റെഡ് ആയാലും കുഴപ്പമില്ല. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ ഒരു ബട്ടർ പീസ് എടുത്തിട്ടുണ്ട്. അത് മെൽറ്റായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യം 2 കപ്പ് പാലാണ്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ കട്ട പിടിക്കുന്ന നമുക്ക് ഒഴിവാക്കി കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചിട്ടുള്ള നമ്മുടെ പാസ്ത കൂടി ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചേർത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.